ദാവോസിൽ ലോകത്തെ ഇൻവെസ്റ്റർമാരെ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയതെങ്കിൽ വന്നതിന് ശേഷം ആദ്യമായി തന്നെ പങ്കെടുത്ത പരിപാടി ലോകത്തിലെ ഇൻവെസ്റ്റർമാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 42 മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയലിസ്റ്റുകളുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു നെടുമ്പാശ്ശേരി താജ് ഹോട്ടലിൽ വെച്ച് നടന്നത്. അതിൽ 22 വിദേശ കമ്പനികളാണുള്ളത്. ലോകത്തിലെ ഡനാഹറ രണ്ടാമത്തെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയൽ കമ്പനിയാണ്. അതുപോലെ ഫിജുറോ ബയോ ജപ്പാൻ കമ്പനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ കമ്പനികൾ, മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ കമ്പനികൾ കേരളത്തിലേക്ക് എത്തുകയുണ്ടായി. നേരത്തെ കേരളം ലോകത്തിലേക്കാണ് പോയെങ്കിൽ ഇപ്പോൾ ലോകം ഇന്ന് കേരളത്തിലേക്ക് വന്ന അനുഭവമാണ് ഈ പരിപാടിയിൽ ഉണ്ടായത്. അതേപോലെ തന്നെ അമേരിക്കൻ കമ്പനി, ഇതും അമേരിക്ക ബേസ്ഡ്, വാഷിങ്ടൺ DC ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡനാഹർ എന്ന കമ്പനിയുടെ ബേസ്. അവർ നിരവധി അസോസിയേറ്റ് കമ്പനികൾ ഉള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് ചർച്ചയിൽ പല പ്രധാന കമ്പനികളും ഇവിടെ അവരുടേതായ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ബോർഡുകളുടെ അംഗീകാരത്തോടു കൂടി തുടർ ധാരണാപത്രങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ 24% ടേൺ ഓവറും കേരളമാണ് സംഭാവന ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തമായ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് മാനുഫാക്ചറിങ് കമ്പനി, ലോകത്തിലെ രണ്ടാമത്തെയും ഏഷ്യയിലെ ഒന്നാമത്തെയുമായിട്ടുള്ള കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി, അതേപോലെ തന്നെ ഇന്നിപ്പോൾ 30ാം വാർഷികം ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനിയാണ് അഗാപ്പെ. അഗാപ്പയുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം വീണ്ടും അവിടെ പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ നിരവധി വ്യവസായങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി കല്ലിട്ട CSIR NIISTയുടെ ഇന്നൊവേഷൻ ഓൺട്രപ്രണർഷിപ്പ് അതിൻ്റെ സെൻറ്റർ എന്നുള്ളത്, അത് ലൈഫ് സയൻസ് പാർക്ക്, ഗവൺമെൻറ്റിൻ്റെ ലൈഫ് സയൻസ് പാർക്കിൽ നിന്ന് 10 ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയിട്ടാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ അവിടെ നിരവധി കോമൺ ഫെസിലിറ്റി സെൻറ്ററുകൾ വരുന്നുണ്ട്, ടെസ്റ്റിംഗ് സെൻറ്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിക്ക് ഒന്നുകൂടി കുതിപ്പ് നൽകുന്നതിന് സഹായകരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ സന്നദ്ധമായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മെഡ്ടെക് മേഖലയിലെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആയിരിക്കും ഇന്ന് രാവിലെ നടന്നിട്ടുള്ളത്. ഇത്രയും കമ്പനികൾ നമ്മുടെ ക്ഷണം കൂടി സ്വീകരിച്ച് ഇങ്ങോട്ട് വരാൻ തയ്യാറായി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അഗാപ്പയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ജപ്പാനീസ് അവരുടെ പാർട്ട്നേഴ്സ് വന്നിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ആ സൗകര്യം കൂടി വിനിയോഗിച്ചിട്ടാണ് നമ്മൾ ലോകത്തെ എമ്പാടുമുള്ള മെഡ്ടെക് ഇൻഡസ്ട്രീസിനെ വിളിച്ചിട്ടുള്ളത്. ദാവോസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ വർഷം താല്പര്യപത്രങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ദാവോസിൽ പോകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു, ആദ്യത്തെ ഒരു ഒഫീഷ്യൽ ഡെലിഗേഷനാണ്. അതുകൊണ്ട് തന്നെ ധാരണാപത്രങ്ങൾ MOU അതിലേക്ക് എടുത്ത് ചാടി അതിലേക്ക് പോകുന്നില്ല. കേരളം എന്താണ് എന്ന് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ ഉണ്ടായത്. അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അത് നമുക്കിത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ IKGSലേക്ക് നിരവധി ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചു. പലരും ക്ഷണം സ്വീകരിച്ച് കൊച്ചിയിലേക്ക് വന്നു. ചിലർ അതിനകത്ത് UAE വന്നു. UAE വന്നതിൽ തന്നെ ചിലർ നിർമ്മാണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ നമ്മൾ താല്പര്യപത്രങ്ങളിലേക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തെ ഏറ്റവും വലിയ GCC പ്രൊവൈഡറാണ് ANR. അവരാണ് ഏറ്റവും അധികം GCCകൾ, 250-ലധികം GCCകൾ ലോകത്ത് സ്ഥാപിച്ചിട്ടുള്ള 500-ലധികം ഫോർച്യൂൺ കമ്പനികൾ അവരുടെ GCCയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഡെവലപ്പ് ചെയ്യും, അവർ തന്നെ കമ്പനികളെ ഇങ്ങോട്ട് ബ്രിങ് ചെയ്യും. ആ സ്ഥാപനം അവരുമായിട്ട് 2 GCC സിറ്റികൾ, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലും, അടുത്ത ഘട്ടം എന്ന നിലയിൽ മൂന്നാമതൊന്ന് കോഴിക്കോടും എന്ന നിലയിൽ അവർ താല്പര്യം പ്രകടിപ്പിച്ചു. 2 എണ്ണത്തിൻ്റെ താല്പര്യപത്രം ഇപ്പോൾ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് GCC നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു മേഖലയാണ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ്. അതിന് ഈ ധാരണാപത്രം ഏറെ സഹായകരമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. $14 ബില്യൺ ധാരണാപത്രങ്ങളിലാണ് നമ്മൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഏകദേശം 1.18 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങളാണ്.
നിങ്ങൾക്കറിയാവുന്നതുപോലെ IKGS നമ്മൾ ഒപ്പുവെച്ച ധാരണാപത്രങ്ങളുടെ 25% ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കെയ്ൻസ് ടെക്നോളജീസ്. ഇപ്പോൾ ഗുജറാത്തിൽ ഉൾപ്പെടെ 4000 കോടിയോളം രൂപയുള്ള സെമി കണ്ടക്ടർ സ്ഥാപിച്ച് പൂർത്തീകരിക്കാൻ പോകുന്ന അതേ കമ്പനി പെരുമ്പാവൂർ 30 ഏക്കറിൽ ഫ്ലെക്സിബിൾ PCB നമ്മൾ ധാരണാപത്രം വെച്ചു. ഫെബ്രുവരി ആദ്യ പകുതിയിൽ അതിൻ്റെ കല്ലിടൽ കർമ്മത്തിലേക്ക് പോവുകയാണ്. ഏകദേശം 600 കോടി രൂപയുടെ നിക്ഷേപമാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അവരുമായി ബന്ധപ്പെട്ട് തന്നെ ചില ജപ്പാൻ കമ്പനിയും ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പ്രാഥമിക ചർച്ചകൾ ഉൾപ്പെടെ ഇന്ന് നടത്തുകയുണ്ടായി. അപ്പോൾ അതേ രൂപത്തിൽ ദാവോസിലെ EOEകൾ അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ വന്നിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണ്, എന്തെല്ലാം രൂപത്തിൽ അവരുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും, അത് വിശദമായൊരു പരിശോധന കൂടി നടത്തും. ഞങ്ങൾ IKGS EOE ഒപ്പുവെച്ചപ്പോൾ അന്ന് തന്നെ പത്രക്കാരോട് പറഞ്ഞിരുന്നു, ഒപ്പുവെച്ചതിൽ ചിലതിന് ഒപ്പുവെക്കാനുണ്ട്, ഒപ്പുവെച്ചതിൻ്റെ തന്നെ എല്ലാ ഭാഗവും ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള EOE എന്ന രൂപത്തിലേക്ക് അതിനെ ക്രമീകരിക്കും. ആ റിയലിസ്റ്റിക് EOE തന്നെ 4 തരത്തിൽ നമ്മൾ വിഭജിച്ചിരുന്നു. പെട്ടെന്ന് ആരംഭിക്കാൻ കഴിയുന്നത്, ഭൂമിയുണ്ട് എന്നാലും കുറച്ച് സമയം ആവശ്യമായി വരുന്നത്, ഭൂമി ആവശ്യമായിട്ടുള്ളത്, എന്നാൽ ഭൂമി പലതരത്തിലുള്ള പുതിയ ചട്ടഭേദഗതികളൊക്കെ ആവശ്യമായി വരുന്നത്, അങ്ങനെ 4 തരത്തിൽ ക്രമീകരിച്ചിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഈ 1.18 ലക്ഷം കോടിയുടെ രൂപയുടെ താല്പര്യപത്രവും ഇതേപോലെ തന്നെ വർഗീകരിക്കും. എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയാവുന്നതുണ്ട്, അത് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൻ്റെ മന്ത്രിതല പരിശോധന എല്ലാ ബുധനാഴ്ചയും ക്യാബിനറ്റിന് ശേഷം നടക്കുന്നുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി മിക്കവാറും എല്ലാ ദിവസവും അതിൻ്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മെക്കാനിസം ഇതിനും പ്രത്യേകമായ ഡാഷ്ബോർഡോടുകൂടി ആരംഭിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. ESG പോളിസി നമ്മളത് ആദ്യം അംഗീകരിച്ചു. ഇന്ത്യയിൽ നമ്മൾ മാത്രം അംഗീകരിച്ചിട്ടുള്ള എൻവയോൺമെൻ്റൽ സോഷ്യൽ ഗവേണൻസ്. അപ്പോൾ അത് നല്ല ഒരു താല്പര്യം യൂറോപ്യൻ കമ്പനികൾ പ്രധാനമായും പ്രകടിപ്പിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ കാർബൺ ന്യൂട്രലായിട്ട് 2050 മാറുമെന്നുള്ള പ്രഖ്യാപനവും അതിൻ്റെ തുടർച്ചയിൽ ഫ്ലോട്ടിംഗ് സോളാറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പോളിസി, ഇതെല്ലാം തന്നെ കേരളത്തിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഇത്തവണ ഇന്ത്യയിൽ നിന്ന് 10 സംസ്ഥാനങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇന്ത്യൻ പവലിയൻ എന്ന നിലയിലാണ്, ഇന്ത്യ ഗവൺമെൻറ്റാണ് നമ്മൾ പണം കൊടുക്കണം ആ ക്രമീകരണം നടത്തുന്നത്. കഴിഞ്ഞ നമ്മൾ ഇന്ത്യ പവലിയനിൽ നമ്മുടെ റൂം മാത്രമാണ് പൂർണ്ണമായിട്ടും വിനിയോഗിച്ചിരുന്നത്. എന്നാൽ എല്ലാ സ്റ്റേറ്റ് അപ്പുറത്തുള്ളതുകൊണ്ട് കുറച്ച് അവിടെ ഇരിക്കുകയും വേണം, എന്നാൽ നമുക്ക് നമ്മുടേതായ വർത്തമാനം നടത്തും വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ 1 രൂപയ്ക്ക് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമ്മൾ അഡീഷണലായിട്ട് നമ്മുടേത് മാത്രമായ വേറൊരു പവലിയൻ കൂടി ഇത്തവണ ആരംഭിച്ചിരുന്നു. ഇതുകൂടാതെ കേരള ഈവനിങ് എന്നൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചു. അത് എബ്രഹാം ഹൗസിൽ വളരെ നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം CEO-മാരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്, പ്രധാനപ്പെട്ട CEO-മാരായിട്ടൊരു മീറ്റിങ്ങും 22 പേർ അതിനകത്ത് പങ്കെടുത്തു. വളരെ നന്നായി അതും നമുക്ക് ഇത്തവണ പുതുതായി സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് ദാവോസിൻ്റെ ഭാഗമായി സൈഡ് ലൈനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കേരളത്തിൽ നല്ല മുന്നേറ്റത്തിന് സഹായകരമായിരിക്കും. ഇന്നത്തെ അതിനുശേഷം ഞങ്ങൾ വന്നിറങ്ങി ഒരു 3:30 വന്നത്. 11 മണിക്ക് അടുത്ത ജപ്പാൻ, അമേരിക്ക, ജർമ്മനി തുടങ്ങിയിട്ടുള്ള ഈ മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചേഴ്സുമായിട്ടുള്ള വളരെ വിജയകരമായിട്ടുള്ള ചർച്ചയും നടത്തിയിട്ടുണ്ട്. അത് നല്ല രൂപത്തിലുള്ള ഒരു നിർമ്മാണത്തിലേക്ക് അതിവേഗത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.